സ്വർണ്ണമഷി കൊണ്ട് പേർഷ്യൻ ഭാഷയിൽ എഴുതിയ രാമായണം, അതും 300 വർഷം പഴക്കമുള്ള രാമായണം ഈ റസ ലൈബ്രറി ഉണ്ട്. ഒന്ന് നോക്കിയാലോ. റാംപൂരിൽ നാം അടുത്തതായി കാണാൻ പോകുന്നത് റസ ലൈബ്രറിയാണ്. ദക്ഷിണേഷ്യയിലെ പ്രധാനപ്പെട്ട ലൈബ്രറികളിൽ ഒന്നാണ് റസ ലൈബ്രറി. വ്യത്യസ്ത മതങ്ങളെയും പാരമ്പര്യങ്ങളെയും കുറിച്ചുള്ള കൃതികൾക്ക് പുറമെ ഇന്തോ ഇസ്ലാമിക് പഠനത്തിൻ്റെയും കാലങ്ങളുടെയും ഒരു നിധിശേഖരണം കൂടിയാണിത്. പേർഷ്യൻ ഭാഷയിൽ സ്വർണ്ണമഷിയിൽ എഴുതിയ 300 വർഷം പഴക്കമുള്ള രാമായണവും ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യെഴുത്ത് പ്രതി എന്ന് വിശേഷിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ 800 വർഷം പഴക്കമുള്ള അബ്ബാസി കാലഘട്ടങ്ങളിലെയും തിമുരി മുഗൾ കാലഘട്ടങ്ങളിലെയും എഴുതപ്പെട്ട ഖുർആനിൻ്റെ കോപ്പികൾ ഇവിടെ സൂക്ഷിച്ചു വരുന്നു. 250 വർഷം പഴക്കമുള്ള ഈ ലൈബ്രറിയിൽ ഇന്ത്യൻ ഭാഷകളിലെയും വിദേശ ഭാഷകളിലെയും 60,000-ലധികം അച്ചടിച്ച പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. കൂടാതെ അറബി, പേർഷ്യൻ, പാഷ്തോ, സംസ്കൃതം, ഉറുദു, ഹിന്ദി, ടർക്കിഷ് ഭാഷകളിലായി 17,000-ലധികം കയ്യെഴുത്ത് പ്രതികളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1774 റാംപൂർ ഭരിച്ചിരുന്ന നവാബ് ഫൈദുല്ലാ ഖാനാണ് ഈ ലൈബ്രറി സ്ഥാപിച്ചത്. മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി കഥകളെയും കവിതകളെയും എഴുത്തുകാരെയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം. അക്കാലത്ത് എഴുത്തുകാർക്കും സാഹിത്യക്കാർക്കും തത്വചിന്തകർക്കുമെല്ലാം വലിയ സ്ഥാനമായിരുന്നു. തിരഞ്ഞെടുക്കുന്ന കവിതകൾക്കും എഴുത്തുകൾക്കും രാജസന്നിധിയിൽ വെച്ച് വലിയ സമ്മാനങ്ങളും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ രാജദർബാറിൽ സാഹിത്യക്കാരും എഴുത്തുകാരുമായിരുന്നു അധികവും. സാഹിത്യത്തിനും എഴുത്തിനും വലിയ പരിശീലനവും അക്കാലത്ത് അവർ നടത്തിയിരുന്നു. നമ്മുടെ കേരളക്കരയിൽ പുരാതന കാലം മുതലേ പള്ളി ദർസുകളിൽ ഓതുന്ന മുല്ല ഹസൻ എന്ന കിതാബിൻ്റെ രചയിതാവും ഈ റാംപൂർക്കാരനായിരുന്നു. പണ്ഡിതന്മാരായ ഉലമാക്കൾ, സാഹിത്യക്കാർ, കവികൾ, ചിത്രകാരന്മാർ, കാലിഗ്രാഫർമാർ എന്നിവർ അവരുടെ സംരക്ഷണം ആസ്വദിച്ചു എന്ന് വേണം പറയാൻ. രാജാവ് ഫൈദുല്ലാ ഖാന്റെ ശേഷം റാംപൂരിൽ വന്ന എല്ലാ രാജാക്കന്മാരും ഈ ലൈബ്രറിയെ സമ്പന്നമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. അക്കാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഗ്രന്ഥശേഖരണത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിൽ നിന്നും അപൂർവ ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ അവർ പ്രത്യേകം ദൂതന്മാരെ വരെ അയച്ചിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മക്ക, മദീന, ബാഗ്ദാദ്, ഇറാൻ, തുർക്കി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും അറബി, പേർഷ്യൻ കയ്യെഴുത്തു ഗ്രന്ഥങ്ങളും ഇന്ത്യയിലെ പണ്ഡിതന്മാരിൽ നിന്നും സംസ്കൃതം, ഹിന്ദി, തമിഴ് ഗ്രന്ഥങ്ങളും ശേഖരിച്ചു. അങ്ങനെ ഇന്ത്യയും ഇസ്ലാമിക ലോകവും ഒന്നിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായി ഈ റസ ലൈബ്രറി വളർന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടു കൂടി റാംപൂർ രാജ്യം ഇന്ത്യയുമായി ലയിക്കുകയായിരുന്നു. അക്കാലത്ത് ലൈബ്രറിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു പൊങ്ങിയെങ്കിലും 1975 ഇന്ത്യൻ ഗവൺമെൻറ് ഈ ലൈബ്രറിയെ ഏറ്റെടുക്കുകയായിരുന്നു. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പല ഗ്രന്ഥങ്ങളും നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയാണ്. ഇന്ത്യയിലും വിദേശത്തു നിന്നുമുള്ള ഗവേഷകർ പഠനത്തിനായി ഇവിടെ എത്താറുണ്ട്. ഇത് വെറും ഒരു ലൈബ്രറി മാത്രമല്ല, ഇസ്ലാമികവും ഇന്ത്യൻ പാരമ്പര്യം സംരക്ഷിക്കുന്ന ഒരു ചരിത്ര നിധി കൂടിയാണ്. താളിയോലകളുടെയും പെയിൻറ്റിങ്ങുകളുടെയും ഇസ്ലാമിക് കാലിഗ്രഫികളുടെയും ഒരു ശേഖരണവും കൂടി ഇവിടെയുണ്ട്. പുറമെ ഇസ്ലാമിക വിജ്ഞാനങ്ങളായ ഹദീസ്, ഫിഖ്, തഫ്സീർ എന്നീ വിഷയങ്ങളിലുള്ള കിതാബുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ നവാബുമാർ അക്കാലത്ത് ഉപയോഗിച്ച വസ്തുക്കൾ, പാത്രങ്ങൾ, ആയുധങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റാംപൂരിലെ അവസാന നവാബ് റസ അലി ഖാന്റെ പേരിലാണ് ഇപ്പോൾ ഈ ലൈബ്രറി അറിയപ്പെടുന്നത്. റാംപൂർ ഒരു പഴയ നാട്ടുരാജ്യമായിരുന്നു എന്നതിൻ്റെ തെളിവുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പഴയ കാലങ്ങളിലുള്ള എംബ്ലങ്ങളും മെഡലുകളും സൈന്യം ഉപയോഗിച്ച വ്യത്യസ്ത രൂപത്തിലുള്ള കത്തികളും വാളുകളും നമുക്കിവിടെ കാണാൻ കഴിയും. അക്കാലത്ത് സൈന്യം ഉപയോഗിച്ചിരുന്ന കത്തികളും വാളുകളും തോക്കുകളുമെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് റാംപൂർ റസ ലൈബ്രറി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. വ്യായാമം ശരീരത്തിന് എങ്ങനെയാണോ അതുപോലെയാണ് വായന ഹൃദയത്തിന്. പുസ്തകങ്ങളെ എങ്ങനെ ബഹുമാനിക്കണമെന്നുള്ളത് ഈ ലൈബ്രറി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.